നമ്മളിവിടെ കാണാൻ പോകുന്ന ഗൂഗിൾ ഷീറ്റ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സൽ ഷീറ്റിനെ നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഗൂഗിൾ ഷീറ്റ്സ് ആക്കി മാറ്റുന്നത്, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റ്സ് എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുക, അവരെങ്ങനെയാണ് നമുക്ക് അതായത് അവർക്ക് ഷെയർ ചെയ്തിട്ട് അവർക്കും സെയിം ടൈമിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൂടുതലായിട്ടും റിക്വസ്റ്റ് വരുന്നത് പവർ പോയിൻറ്റിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പവർ പോയിൻ്റ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ്സിനെ പറ്റിയിട്ട് തന്നെയാണ്. അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ഗൂഗിൾ ഷീറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെയാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഡൗട്ട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് എക്സൽ ഫയൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം ഫയൽസ്, അതായത് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഫയൽസ് ഷെയർ ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, അതായത് നമ്മൾ ഈ നമ്മുടെ ബ്രൗസർ എടുത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, drive. ഒന്നുകിൽ നിങ്ങൾക്ക് ഷീറ്റ്സിലേക്കാണ് ഡയറക്റ്റ് പോകേണ്ടതെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ drive.google.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഷീറ്റ്സൊക്കെയുള്ള ആ ഫോൾഡേഴ്സൊക്കെയുള്ള ഡ്രൈവിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അല്ലേ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ച ഷീറ്റ് 1 ആണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ സിസ്റ്റത്തിലുള്ള എക്സൽ ഫയൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സൽ ഫയലിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഷീറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫയൽ അപ്ലോഡ് ഞാൻ 2 ടൈപ്പ് കാണിക്കാം. ഫയൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ ഫയൽ കിടക്കുന്നത്, ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മാർക്ക് ലിസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ ആ ഫയലാണ് എനിക്കിവിടെ വേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ് അപ്ലോഡ് എന്നുണ്ട്. ഒരു കുറച്ച് സമയം എടുക്കും. അപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് മാർക്ക് ലിസ്റ്റ് 4 എന്ന് പറഞ്ഞിട്ട്. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആകും. കണ്ട, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, ഓപ്പൺ വിത്ത് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റിലാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എക്സൽ ഫയലായിട്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ ഇത് ഗൂഗിൾ ഷീറ്റിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ വിത്ത് ഗൂഗിൾ ഷീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതായത് എവിടെ പോയിട്ടാണ് നമ്മൾ എടുത്തത് ഒന്നുകൂടി പറയാം ഞാൻ. ജസ്റ്റ് ഈ ന്യൂവിൽ പോവുക. ന്യൂവിൽ പോയിട്ട് ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഫയൽ അപ്ലോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ എവിടെയാണോ ഉള്ളത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ എടുക്കാം. അതല്ലാതെ ഇനി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ് 1 എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഓപ്പണായി വന്നു. ഇതിൽ നിങ്ങൾക്ക് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഓക്കെ, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത്രയും വളഞ്ഞു ചുറ്റി പോവാതെ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫയൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. മൈ ഡ്രൈവ്, എവിടെ നിന്നാണോ നിങ്ങൾക്ക് വേണ്ടത്, ഷെയർഡ് വിത്ത് മീ, റീസെൻറ്റ്, അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ട് എ ഫയൽ ഫ്രം യുവർ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലാണോ നിങ്ങളുടെ ഫയൽ, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് നിങ്ങൾക്ക് വേറെ എവിടെ ആണോ നിങ്ങളുടെ ലൊക്കേഷൻ ഇരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ മാർക്ക് ലിസ്റ്റ് 4 ആണ് ഇവിടെ എടുക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണാം അപ്ലോഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസേർട്ട് ന്യൂ ഷീറ്റ്. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക് ബുക്കിൽ തന്നെ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇൻസേർട്ട് ന്യൂ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വരും.
അങ്ങനെ റീപ്ലേസ് സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ റീപ്ലേസ് ചെയ്തിട്ട് വരും. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ നൗ ഇവിടെ തന്നെ കാണുന്നുണ്ട്, ഫയൽ ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നു. ഓപ്പൺ നൗ ഇവിടെ നിന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ അത് എന്താണ് വേറൊരു ഷീറ്റായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നത്, എക്സൽ ഫയലിനെ ഇങ്ങോട്ടേക്ക് അതായത് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഗൂഗിൾ ഷീറ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും, സെയിം ടൈമിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതെങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ തന്നെ കാണാം വലിയൊരു എന്താണ് ഡാർക്ക് ഗ്രീൻ കളറിൽ ഷെയർ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് കിട്ടുക. ഇവിടെ നമുക്ക് കാണാം ഓണർ എന്ന് പറഞ്ഞിട്ട് ആരാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ ഇമെയിൽ ID ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെയാണ് നമ്മൾക്ക് ആരുമായിട്ടാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഇമെയിൽ ID നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഞാനൊരു ഇമെയിൽ ID മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അയാൾക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാനാണോ, അങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അത് അയക്കാം. ഈ ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മളുടെ മാർക്ക് ലിസ്റ്റ് 4 എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഫയൽ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സെൻഡ് അടിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇവിടെ സെൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് സെൻഡ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെയും നമുക്ക് ചെയ്യാം ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് നമ്മുടെ ഈ ലിങ്ക് കോപ്പി ചെയ്യാം. ഇതാണ് ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് എനിവൺ വിത്ത് ദിസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ലിങ്ക് ആർക്ക് കിട്ടിയാലും അത് അവർക്ക് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. അതല്ലാതെ നമുക്ക് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്ക് മാത്രം, ഓൺലി പീപ്പിൾ ആഡഡ് ക്യാൻ ഓപ്പൺ വിത്ത് ദിസ് ലിങ്ക്. ഓക്കെ, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ ഈ ഒരു എന്ത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ഈ ഫയൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, കാണാനായാലും എഡിറ്റ് ചെയ്യാനായാലും എല്ലാം നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ അനുസരിച്ച് മാത്രം. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഫയൽ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സൽ ഫയലിനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. മനസ്സിലായല്ലോ? ഇതല്ലാതെ ഫയൽ ഷെയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ ഡ്രൈവിൽ കയറിയ പാട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മളെ ഈ ഒരു ഷീറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ഈ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ഷെയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഷെയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട അതുപോലെയുള്ള ഓപ്ഷനാണ് ഇവിടെയും കിട്ടുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഏത് ഫയലാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ആ ഫയലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ ആദ്യം കണ്ടത് ഇമ്പോർട്ടിങ് ഫയൽസ് ആണ്. അതായത് എക്സൽ ഫയൽ എങ്ങനെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് എടുക്കുക എന്നുള്ളത് കണ്ടു. അതുപോലെ തന്നെ എന്നിട്ട് അത് ഷീറ്റായിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ളത് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ഷെയർ ചെയ്യുക അല്ലെ, ഷെയർ വിത്ത് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും എന്തൊക്കെയാണ് ഇനി ക്ലാസ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ പവർ പോയിന്റ് ആണ്. അപ്പോൾ പവർ പോയിന്റ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക, പാർട്ട് 4 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.